بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين، وأصلي وأسلم على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കാനും അത് സമൂഹത്തെ ഉത്ബുദ്ധരാക്കാനും എല്ലാം നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഖബർ ശിക്ഷയ്ക്ക് കാരണമാകുന്ന തിന്മകളെ സംബന്ധിച്ചും ഇനിയുള്ള ക്ലാസ്സുകളിൽ പറയാമെന്ന് തീരുമാനിച്ച വിഷയങ്ങളിൽ ഒന്ന് നല്ല മരണത്തിൻ്റെ ലക്ഷണങ്ങൾ, അതുപോലെ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകാനുള്ള നന്മകൾ. ഇത് രണ്ടുമാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. അത് ആദ്യം പറഞ്ഞ ഭാഗം ഈ ആഴ്ച നമുക്ക് വിശദീകരിക്കാം, പിന്നെ സമയമുണ്ടെങ്കിൽ ബാക്കി വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. നല്ല മരണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഹദീസുകൾ മുഴുവനും സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. ഇവിടെ പറയാനിരിക്കുന്ന അടയാളങ്ങൾ സത്യവിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകളിൽ ഉണ്ടായാൽ അത് നല്ല മരണമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഏത് അമലുകളുടെയും അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയിൽ വിശ്വസിക്കാത്ത ഒരാൾ ഇസ്ലാമിൻ്റെ ബാക്കിയുള്ള ഏതെല്ലാം നല്ല കർമ്മങ്ങൾ ചെയ്താലും അതിനെ അമലു സ്വാലിഹാത്തായി അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പോ സാധാരണ പറയാറുള്ള ഒരു ഉദാഹരണമുണ്ട്. അതായത് ഒരാൾ അതിവിദഗ്ധനായ ഒരു ഡോക്ടറാണ്. അയാൾക്ക് എന്തുണ്ട്, ചികിത്സിക്കാൻ അറിയാം, അയാൾക്ക് മെഡിസിനുകൾ എഴുതാൻ അറിയാം, അയാൾ വേണ്ടി വന്നാൽ സർജറിയും ചെയ്യും. ഇതൊക്കെ അയാൾ പ്രവർത്തിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അയാൾ അറിയപ്പെടുന്നത് ഡോക്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരാൾ അത്ര വിദഗ്ധനാണ് എങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള വലിയൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് അയാളെ ഡോക്ടറായി എടുക്കണമെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ എന്തായിരിക്കും? MBBS വേണമെന്നുള്ളതാണ്. പക്ഷെ ഇയാൾ MBBS എടുത്തിട്ടില്ല എങ്കിൽ ഇതൊക്കെ കഴിയും അയാൾക്ക്. പക്ഷെ അയാൾ MBBS എടുത്തിട്ടില്ലെങ്കിൽ പിന്നെ അയാളെ നിയമിക്കുമോ? ഇല്ല. വെറും ഒരു ഭൗതികപരമായ വിഷയത്തിൽ ക്വാളിഫിക്കേഷൻ ഇത്രയും ശ്രദ്ധിക്കുമെങ്കിൽ പരലോക സംബന്ധമായ വിഷയത്തിൽ അവിടുത്തെ ക്വാളിഫിക്കേഷൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ വിശ്വസിക്കുന്നുണ്ടോ, അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാനിരിക്കുന്ന ഹദീസുകളുടെ വെളിച്ചത്തിലാണ് വിഷയങ്ങൾ പറയുന്നത്. ആ പറയാനിരിക്കുന്ന അടയാളങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ട ആളുകളെ സംബന്ധിച്ചാണ്. നമ്മുടെ ആളുകളൊക്കെ ചില അടയാളങ്ങളെ പറ്റി പറയാറുണ്ട്. ഇപ്പോൾ ഒരു മയ്യത്ത് മറവ് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് ഒരു ശക്തമായ മഴ പെയ്തു. ശക്തമായ മഴ പെയ്തപ്പോൾ, ഇതൊക്കെ എൻ്റെ ഒരു അനുഭവമാണ്, മഴ പെയ്തപ്പോൾ അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ പറഞ്ഞു അത് നല്ല മരണമാണെന്ന്, നല്ല മരണത്തിൻ്റെ അടയാളമാണെന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് ആ ഒരു എൽമ കിട്ടുന്നത്. അപ്പോൾ ഒരു പുതിയ അറിവ്, നാട്ടിൽ അങ്ങനെ ഒരു വിശ്വാസമുണ്ട് എന്നുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തെ പറ്റി ഒന്ന് സ്റ്റഡി ചെയ്തു. അങ്ങനെ ഒരു അടയാളം ഇസ്ലാം പറയുന്നില്ല. റോട്ടുമായിട്ട് ഇറങ്ങുന്ന ഒരാൾ റോട്ടിൽ വാഹനം ഇടിച്ച് ചതഞ്ഞു മരിച്ചു, അത് മോശം മരണം, അങ്ങനെയാണ് ആളുകളൊക്കെ വിധി എഴുതുന്നത്. അങ്ങനെ ചില മരണങ്ങളെ നല്ലതായും മോശമായും നമ്മുടെ ആളുകൾ വിധി എഴുതാറുണ്ട്. അപ്പൊ അത് നമുക്ക് ഇന്നത്തെ ഈ വിഷയത്തോടു കൂടെ അതൊന്ന് പൂർത്തിയാക്കാനുണ്ട്.
ഒന്നാമത്തെ ലക്ഷണം, നല്ല മരണത്തിന് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ലക്ഷണം ഔ അൽ മൗതു ബിനുത്ഖി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കുന്ന മരണം, അത് നല്ല മരണമാണ്. സംഗതി നമുക്ക് കേൾക്കുമ്പോൾ അത് എളുപ്പമായിട്ട് തോന്നും. പക്ഷേ മരണം നടക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾക്ക് ഉച്ചരിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതായത് ഒരാളുടെ മനസ്സിൽ ഏതൊരു വാക്യമാണോ ശക്തമായി സ്ഥാനം പിടിച്ചിട്ടുള്ളത്, ആ വാക്യമായിരിക്കും അയാളെ സംബന്ധിച്ചിടത്തോളം മരണം ആസന്നമാകുന്ന സമയത്ത് അയാൾക്ക് ഉച്ചരിക്കാൻ തോന്നുക. എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ, എപ്പോഴും ചെവിയിൽ പാട്ട് തിരികെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾ, ആ പാട്ട് അയാളുടെ സമയത്തും ആ മരണസമയത്തും അയാളെ അലട്ടിക്കൊണ്ടിരിക്കും. എപ്പോഴും ഏതൊരു വിഷയത്തെ സംബന്ധിച്ചാണോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് അയാൾ മരിക്കുന്ന സമയത്ത് അത് പ്രകടമാകും. അതാണ് എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്ന വാക്ക് ഏതാണോ ആ വാക്കായിരിക്കും മരണസമയത്ത് അയാളെ ബാധിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ കഴിയണമെങ്കിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായ ഒരു വാക്കായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖിനു മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങളിൽ നിന്നും മരണം ആസന്നമായ ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലയെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ലഖിൻ എന്ന് പറഞ്ഞാൽ, ലഖന എന്ന് പറഞ്ഞാൽ കാണിച്ചു കൊടുക്കുക, പ്രദർശിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഈ ഹദീസ് ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ 2162 നമ്പറായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇവിടെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹദീസിനെ അതിൻ്റെ യഥാർത്ഥ ആശയത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കടലമിഠായി കച്ചവടം ചെയ്യണ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കച്ചവടം ചെയ്ത് ഇറങ്ങിയ ആൾക്കാരുണ്ട്. അവർ ഈ ഹദീസിനെ കൂട്ടി മാറ്റിയിട്ട് പറഞ്ഞ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മരണം ആസന്നമായ ആളുകളുടെ അടുത്തുകൾ ദിക്റുകൾക്ക് നടത്തിക്കോ എന്നാണ് ആ പറഞ്ഞതിന് അർത്ഥം. അതുകൊണ്ട് തന്നെ മരണം ആസന്നമായ ആളുകളുടെ ഇടയിൽ പോയിട്ട് ഈ ദിക്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലിക്കൊണ്ട് ദിക്റുകൾക്ക് നടത്തുന്നുണ്ട്. 7000 70,000 ദിക്റ ഒക്കെ ചെല്ലുന്നതൊക്കെ ഇതിന്റെ ഭാഗമായിക്കൊണ്ടാണ്. വേറെ ചില ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ 70,000 ദിക്ർ നടത്തുന്ന ആളുകളുണ്ട്. പക്ഷെ ഈ ഹദീസിന്റെ ആശയം അതല്ല. മരണം ആസന്നമായ ആളുടെ അരികിൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണിച്ചു കൊടുക്കൂ എന്നാണ് അയാൾക്ക്. അത് ചൊല്ലാനുള്ളതായ ഒരു അവസരം സൃഷ്ടിക്കൂ എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മരണം ആസന്നമായ ആളുകളുടെ അടുത്ത് നിങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് പരിചയമുണ്ടോന്ന് എനിക്കറിയില്ല, ഉള്ള ആളുകൾ ഉണ്ടാകാം. മരണമാസന്നമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ബേജാറിന്റെ ടൈം തന്നെയാണത്. ഏറ്റവും വലിയ ബേജാറാണ് മനുഷ്യന് മരണം ആസന്നമായ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. എത്ര വലിയ ശക്തനായ വിശ്വാസിയാണെങ്കിൽ പോലും ആ സമയത്ത് വല്ലാത്തൊരു പതർച്ച ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, ആ വഫാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നലിൽ മൗതി ലസഖറാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉറക്കെ തന്നെ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് പറഞ്ഞു, ഇന്നലിൽ മൗതി ലസഖറാത്ത്, മരണത്തിന് വല്ലാത്ത വേദന ഉണ്ടെന്നാ. അപ്പൊ വേദന അനുഭവിക്കുന്ന സമയത്ത്, മരണത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ എന്നെ പോലെയുള്ള ഒരാൾക്ക് അത് വിശദീകരിച്ച് പറയാൻ കഴിയില്ല. ഒന്നാമത് നമുക്ക് ഈ വേദനയുടെ ആഴം എത്രയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. നമ്മളൊക്കെ ചെറിയ ചെറിയ വേദനകളൊക്കെ അനുഭവിച്ച ആളുകളാണ്. ഒരു വേദന അനുഭവിക്കേണ്ടുന്ന ഒരു വിഷയമുണ്ട് എങ്കിൽ നമ്മൾ ബേജാറാകും. ഒരു സൂചി അടിക്കാനാണെങ്കിൽ ഡോക്ടറെ അടുത്ത് ചെന്നാൽ, സൂചി അടിക്കാൻ ചെന്നാൽ എന്ത് ചെയ്യും, നമ്മൾ മുഖത്ത് പോലും ആ ഭാവം വരുത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കും. എനിക്ക് സൂചി അടിക്കുമ്പോൾ വേദന ഇല്ലാന്ന് വരുത്താതിരിക്കാൻ പോലും നമ്മൾ ശ്രമിക്കും, അല്ലേ? ആ വേദന പോലും നമുക്ക് പറ്റില്ല. അപ്പൊ ലോകത്തെ ഏറ്റവും ശക്തമായ വേദന ഏതാണെന്ന് ചോദിച്ചാൽ അത് മരണത്തിന്റെ വേദനയാണ്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പതറിക്കൊണ്ട് പറഞ്ഞത്, ഇന്നലിൽ മൗതി സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സക്കറാത്തിൽ മൗത്ത്, അല്ലാഹുവേ മരണത്തിന്റെ വേദന ഒന്ന് കുറച്ചു തരണേ എന്ന്. അപ്പൊ ഈ മരണത്തിന്റെ സമയത്ത്
ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസം ഉണ്ടാകണമായിരുന്നുവെങ്കിൽ അത് ഉണ്ടാകേണ്ടിയിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്, അല്ലേ? അതല്ലെങ്കിൽ തന്നെയും നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്, നമ്മളുടെ ശരീരത്തിൽ നമ്മളുമായി ഏകദേശം ഉമ്മയുടെ ഗർഭപാത്രത്തിലെ 4-ാം മാസം മുതൽ ഇണങ്ങിച്ചേർന്ന ഒരു സംഭവമാണ് ആത്മാവ്. അതാണ് പറിച്ചെടുക്കുന്നത്. അത് പറിച്ചെടുക്കാണ്. അത് പറിച്ചെടുക്കുമ്പോ വേദന ഉണ്ടാവൂലേ? എന്തിന്? നമ്മുടെ മുഖത്തുണ്ടായ ഒരു മുഖക്കുരു അമർത്തി പൊട്ടിച്ചാല് വേദന ഉണ്ടാവൂലേ? ചെറിയ വേദന ആണെങ്കിലും ഉണ്ടാവൂലേ? അപ്പൊ ശരീരവുമായി ഇത്രയധികം ഇടപഴകി നിൽക്കുന്ന ആത്മാവിനെ, റൂഹിനെ വലിച്ചെടുക്കുമ്പോൾ വല്ലാത്ത വേദന ഉണ്ടാകും. ആ വേദനയെ കുറച്ചു തരണേ അള്ളാ എന്ന് അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചുവെങ്കിൽ ആ സമയത്ത് പതറിപ്പോവുക എന്നുള്ള വലിയ വിഷയമാണ്. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ, മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ ഈമാനിനെ അപഹരിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമായ സമയമാണ് മരണസമയം. മരണമാസന്നമായ സമയം ഈമാൻ അപഹരിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുകൊണ്ടല്ലേ ഒരുപാട് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, മരണാസന്നനായ വ്യക്തിയുടെ മുമ്പിൽ പിശാച് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പിശാച് അവനോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും. നീ എനിക്കൊന്ന് സുജൂദ് ചെയ്താൽ മതി, ഞാൻ നിന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. അപ്പം നമ്മൾ എന്തിനും തയ്യാറാകും. അതാണ് അവിടുത്തെ ആ സാഹചര്യം. നമ്മൾ മരിക്കുകയാണ് എന്ന ബോധം നമുക്കുണ്ടാകൂലപ്പ, എനിക്കിവിടുന്ന് രക്ഷപ്പെടണം എന്ന ചിന്തയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പതർച്ചയുണ്ടാകാം. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? മരണം ആസന്നനായ വ്യക്തിയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. പറയൂ എന്ന് അയാളോട് നിർദ്ദേശിക്കാൻ പോലും ഇസ്ലാം കൽപ്പിക്കുന്നില്ല. ഉപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ, ഉപ്പാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പാനെങ്ങനെ പ്രഷർ ചെയ്യാൻ പാടില്ല. കാരണം ഏറ്റവും സമാധാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ മരണാസന്നായ വ്യക്തിയെ എത്തിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അയാൾക്ക് ഓർമ്മ വരും. ഓർമ്മ ഇല്ല എങ്കിൽ അപ്പൊ ഓർമ്മ വരും. അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കൂ എന്നാണ് ഈ ഹദീസിന്റെ പൊരുൾ. പക്ഷെ ഇതിനെ അങ്ങനെ തന്നെ അട്ടിമറിച്ചു നമ്മുടെ ആളുകൾ. അങ്ങനെ തന്നെ അട്ടിമറിച്ചിട്ട് മരണാസന്നനായ വ്യക്തിയുടെ മുമ്പിൽ, അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ ചൊല്ലിക്കോ എന്നതിലേക്ക് എത്തി. ഇത് പറഞ്ഞ കൂട്ടത്തിൽ നമുക്ക് ചേർത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, അങ്ങനെ ഒരു ദിക്ർ ഹൽക്ക കൊണ്ട് മരിച്ച വ്യക്തിക്ക് ഒരു ഉപകാരമില്ല. 70,000 ദിക്റൊക്കെ ചെല്ലാറുണ്ടല്ലോ നമ്മുടെ നാട്ടില്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ ദിക്ർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉസ്താദുമാർക്കും മുത്താലിമ്യങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം അവിടെ ഒരു യാസീനോദലുണ്ടെന്ന് പറഞ്ഞ പോലെ അല്ല ദിക്ർ ഉണ്ടെന്ന് പറഞ്ഞാൽ. ദിക്റിന് വലിയ പൈസ കിട്ടും, കുറെ പൈസ കിട്ടും ദിക്റിന്. അത് ഓരോന്നിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ്. അപ്പൊ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 70,000 വട്ടം ആളുകൾ മുഴുവൻ ചൊല്ലി എന്നതുകൊണ്ട് ഈ മയ്യത്തിന് ഒരു ഉപകാരം ഇല്ല. അതുകൊണ്ട് ഒരു ഗുണവും അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെ ഒരു ഗുണമില്ലാത്തൊരു കാര്യത്തെ റസൂലുള്ളാഹി പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ് വരുന്നത്. അങ്ങനെ ഇല്ല, ആ സംഭവം അങ്ങനെ ഇല്ല. ഇവിടെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ചേർത്ത് വായിക്കാനുള്ളത്, ഏറ്റവും നല്ല മരണത്തിന്റെ ലക്ഷണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചു മരിച്ചു എന്നുള്ളതാണ്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരുടെയെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അവസാന വാക്കാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. നമ്മളെപ്പോഴും അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥനകളിലെ പ്രധാനപ്പെട്ട പ്രാർത്ഥനയും അതാണ്. ആഖിബത്ത് നന്നാക്കണം. മരിക്കുന്ന സമയം അത് നല്ലതായിരിക്കണം. ജീവിതകാലം മുഴുവൻ ഒരാൾ സൽപ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അമൽ സ്വാലിഹാത്തുകൾ നിറഞ്ഞു നിന്ന മനുഷ്യനാണ്. പക്ഷെ മരിക്കുന്ന സമയത്ത് അത് പോയി കഴിഞ്ഞാൽ വലിയ ബേജാറുള്ള കാര്യമാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാനത്തെ വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാള് അവസാന സമയത്ത് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് മരിച്ചു. ഈ പറഞ്ഞ വാക്ക് അയാൾ ഉൾക്കൊണ്ട് പറഞ്ഞതാണോ അല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. പക്ഷെ അയാളുടെ മരണം നല്ല മരണമായിട്ട് തന്നെ നമുക്ക് വിധി എഴുതേണ്ടി വരും. മഹാനായ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു സംഭവം ഉണ്ടായി. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത സ്വഹീഹായ റിപ്പോർട്ടാണ്. അങ്ങനെ ബഅസന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ ഹുറഖത്തി മിൻ ജുഹൈന,
ജുഹൈന ഗോത്രത്തിലുള്ള ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആവശ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ അയച്ചു. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫസബ്ബഹനൽ ഖൗമ അലാ മിയാഇഹി, അവിടെയുള്ള ഒരു വെള്ളത്തിന്റെ വിഷയത്തിൽ ജനങ്ങളുമായിട്ട് ഒരു ചെറിയ വിഷയങ്ങളുണ്ട്. അങ്ങനെ വലഖീതു അന വറജുലുൻ മിനൽ അൻസാരി റജുലൻ മിൻഹും, ഞാനും ഒരു അൻസാരിയായ സ്വഹാബിയും കൂടെ ശത്രുക്കളിൽ നിന്നുള്ള ഒരാളെ അഭിമുഖീകരിച്ചു, അയാളുമായിട്ട് യുദ്ധം ചെയ്യാം. ഫലമ്മ ഗശൈനാഹു, ഞങ്ങൾ അയാളെ കീഴ്പ്പെടുത്തിയപ്പോൾ അയാൾ താഴെ വീണു, അയാളെ കൊല്ലാൻ പോവാ. ആ സമയത്ത് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ഫകഫ അൻഹുൽ അൻസാരി, ആ സമയത്ത് തന്നെ അൻസാരിയായ സഹാബി എന്ത് ചെയ്തു? ഇയാളെ ഒഴിവാക്കിക്കൊണ്ട് അങ്ങ് പോയി, അയാളൊന്നും ചെയ്തില്ല. ഞാൻ എന്റെ കുന്തം കൊണ്ട് അയാളെ കുത്തി, അയാളെ കൊന്നു. ഫലമ്മ ഖദിംനൽ മദീനത്ത, അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മദീനയിലേക്ക് എത്തിയപ്പോൾ ബലഗ ദാലിക നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വിവരം ആരോ എത്തിച്ചു കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന്. ഫഖാല ലി, റസൂലുള്ളാഹ് എന്നോട് പറഞ്ഞു, യാ ഉസാമ, ഉസാമ അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അയാളെ കൊന്നു, അയാളെ കൊന്നോ? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, ഇന്നമാ കാന മുതഅവ്വിദൻ, അയാള് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഖതൽതഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അയാളെ കൊന്നുവോ? ഉസാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ സാല യുഖർറിറുഹാ അലയ്യ, അതങ്ങനെ റസൂലുള്ളാഹ് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഹത്താ തമന്നൈതു അന്നി ലം അകുൻ അസ്ലംതു ഖബല ദാലിക്കൽ യൗം, ആ ദിവസത്തിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഞാൻ മുസ്ലിം ആയാൽ മതിയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി, അല്ലെങ്കിൽ ശേഷം തൊട്ടടുത്ത ദിവസം എനിക്ക് മുസ്ലിം ആയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. അത്രമാത്രം റസൂലുള്ളാഹ് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ചോദിച്ച് ഇന്നമാ ഖാലഹ ഖൗഫൻ മിനസ് സലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും പറഞ്ഞു, അത് ആയുധം മുമ്പിൽ കണ്ടപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, അഫല ശഖഖത അൻ ഖൽബിഹി ഹത്താ തഅലമ അഖാലഹ അം ലാ, അവന്റെ ഹൃദയം നീ തുറന്നു നോക്കിയോ, ഈ വിശ്വാസത്തിലാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്ന്? പ്രത്യക്ഷത്തിൽ ആർക്കും അറിയാം അയാൾ ആ മരിക്കണ സമയത്ത് ആയുധം കണ്ടപ്പോൾ പേടിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാണെന്നുള്ളത് ഈ സംഭവം കേൾക്കുന്ന ആർക്കും അറിയാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഗൗരവത്തിലെടുത്ത എന്താണ്? ആ സമയത്ത് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. ആ പറഞ്ഞ വാക്കിന്റെ വാല്യൂ അത്രമാത്രമുണ്ട് എന്നുള്ളതാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയുക, ആ സമയത്ത് പറയാൻ കഴിയുക എന്നുള്ളത് ഒരു മഹാസൗഭാഗ്യമാണ്. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥനയും അതാണ്. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരിപ്പിക്കണേ അല്ലാഹ് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ചിത്രീകരിച്ച രംഗം, ആ രംഗം പറയുന്ന കൂട്ടത്തിൽ കാണാൻ കഴിയും. അതാണ് റസൂല് ഈ അവസാനം ഉച്ചരിച്ച വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് കൈ ഉയർത്തി പിടിച്ചുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചത്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വാക്കും ഉച്ചരിച്ചിട്ടില്ല, ആ ഉയർത്ത കൈ അങ്ങനെ തന്നെ താഴേക്ക് വീഴുകയും ചെയ്തു എന്നുള്ളതാണ് വഫാത്ത് രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, അപ്പൊ ഇതില് ഒരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് അയാളുടെ വിഷയത്തിൽ ഒരു സംശയവും വേണ്ടാന്നർത്ഥം. ചില ആളുകളൊക്കെ വേറൊരു വിഷയം കൂടെ ഉണ്ട്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഉപ്പ മരിച്ചപ്പോ ഒന്നും പറയാണ്ട മരിച്ചത്, അത് നമുക്ക് ബാധിക്കില്ല. കാരണം എന്ന് വെച്ചാല് മരിക്കുന്ന സമയത്ത് ഉപ്പ എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നാവുകൊണ്ട് പറയാൻ കഴിഞ്ഞോളന്നില്ല. ചിലപ്പോ കൽബിൽ പറഞ്ഞാലും മതി. മരിക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. കൂട്ടത്തിൽ ചേർക്കേണ്ട ഒരു കാര്യവും കൂടി, ഒരു സൈഡ് പോയിന്റ് ആയിട്ട് ചേർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്,
നമ്മളുടെ ജീവിതത്തിൽ കിടക്കുന്ന സമയത്ത്, ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മളുടെ അവസാനത്തെ വാക്ക് അതായിരിക്കണം. ഫോണിൽ വർത്താനൊക്കെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ വേഗം കിടന്നുറങ്ങാം. ഏറ്റവും അവസാനത്തെ വാക്ക്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സംസാരങ്ങൾ ഒഴിവാക്കുക. എങ്കിൽ ആ കിടത്തത്തിൽ നമ്മൾ മരണപ്പെട്ടാൽ നമ്മുടെ അവസാനത്തെ വാക്ക് എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത്, ഇനിയുള്ള അടയാളങ്ങളൊക്കെ നല്ല ലക്ഷണങ്ങളായി ഹദീസിൽ വന്നിട്ടുള്ളതാണ്. നമ്മൾ അത് അങ്ങനെ വിലയിരുത്തുക. അത് കണ്ടില്ല എന്ന് കരുതി അയാൾ മോശം മരണമാണ് വന്നത് എന്ന് നമ്മൾ പറയാൻ ആളുമല്ല. രണ്ടാമത്തെ അടയാളം ബി അറഖിൽ ജബീൻ, നെറ്റിത്തടം വിയർത്തുകൊണ്ട് മരിക്കുക. അത് നല്ല മരണത്തിന്റെ ലക്ഷണമായിട്ടാണ് കാണുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിൽ നെറ്റിത്തടം വിയർത്തിരുന്നു എന്നുള്ളത് ഹദീസുകളിൽ കാണാം. അല്ലാണ്ട് റസൂല് ഈ ഉഷ്ണം കാരണം എന്ത് ചെയ്തു? തുണി നനച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിരുന്നു? നെറ്റിയിലും മുഖത്തും എല്ലാം അതുകൊണ്ട് തടകിയിരുന്നു എന്നുള്ളതും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു. ആ തോൽപാത്രത്തിൽ കൈ ഇട്ടിട്ട് ആ വെള്ളം നബി മുഖത്ത് തടകിയിരുന്നു എന്നെല്ലാം കാണാൻ കഴിയും. ഹദീസ് വായിക്കാം. ബുറൈദ റളിയല്ലാഹു അൻഹുവിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാന ബി ഖുറാസാന ഫആദ അഖൻ അന്നഹു കാന ബി ഖുറാസാന ഫകാന അഖൻ ലഹു വഹുവ മരീദുൻ. അദ്ദേഹം ഖുറാസാനിലായിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ടു. ഫവജദഹു ബിൽ മൗതി വഇദാ ഹുവ യഅറഖു ജബീനുഹു, അയാളുടെ നെറ്റിത്തടം വിയർത്തിരുന്നു. ഫഖാല, അപ്പോൾ ബുറൈദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. മൗത്തുൽ മുഅ്മിനി, മുഅ്മിനിന്റെ മരണം ബി അറഖിൽ ജബീൻ, നെറ്റിത്തടം വിയർത്തുകൊണ്ടായിരിക്കും. ഇതിന് രണ്ട് അർത്ഥം നമ്മൾ ഉണ്ട്. ഒരാൾ നെറ്റിത്തടമൊന്നും വിയർത്തിട്ടില്ല, ഡ്രൈ ആയിട്ടാണ് മരിച്ചത് എങ്കിൽ അയാൾ മോശം മരണം നടത്തിയെന്നല്ല. ഇതിന് രണ്ടർത്ഥം എന്ന് പറഞ്ഞാൽ, ഒരാൾ നെറ്റിത്തടം വിയർക്കുന്നത് എപ്പോഴാണ് ഒരാളുടെ അത്? അമൽ, ദീനിന് വേണ്ടി അമൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ, അല്ലെ? അമൽ പ്രവർത്തനങ്ങൾ വ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാ. ഒരാൾ അവന്റെ കുടുംബത്തിന് വേണ്ടിയോ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയോ ശക്തമായ പ്രവർത്തനത്തിൽ മേഖലയിലായിരിക്കുമ്പോൾ മരണപ്പെട്ടു. അങ്ങനെ പ്രവർത്തനത്തിലായിരിക്കെ മരണപ്പെട്ടാലും ഈ ഒരു ഗണത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറയുന്നുണ്ട്. ഒരാൾ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ജോലി എടുത്തുകൊണ്ടിരിക്കുക. ആ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നിടക്ക് പെട്ടെന്ന് കുഴഞ്ഞുകൊണ്ട് മരിച്ചു. അപ്പൊ അയാളുടെ ശരീരം വേർതിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അയാൾ പ്രവർത്തനത്തിലായിരിക്കെ മരിച്ചപ്പോൾ അത് നല്ല മരണമാണ് എന്ന് വിധി എഴുതാം. അതല്ല എങ്കിൽ ചില മരണങ്ങളിൽ കാണാൻ കഴിയും. ഞാൻ എൻ്റെ ഇതിൽ കണ്ടിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരാൾ മരണപ്പെട്ടപ്പോൾ റൂഹ് പിരിയുന്ന സമയത്ത് വിയർപ്പ് കണങ്ങൾ നെറ്റിത്തടങ്ങളിലൂടെ ഒഴുകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെയും സംഭവിക്കാം. അത് രണ്ടും ഈ ഗണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താം. മൂന്നാമത്തേത് അൽ മൗതു ഫി യൗമിൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅത്തി, വെള്ളിയാഴ്ച പകലിലോ രാത്രിയോ ഉള്ള മരണം. അത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു ഹദീസ് കാണാം. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅത്തി ഔ ലൈലത്തൽ ജുമുഅ, ഏതൊരു മുസ്ലിമും വെള്ളിയാഴ്ച പകലിലോ രാത്രിയിലോ മരണപ്പെട്ടാൽ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിലെ ശിക്ഷയെ തൊട്ട് അല്ലാഹു തആല, ഫിത്നയെ തൊട്ട് അല്ലാഹു തആല അയാൾക്ക് സംരക്ഷണം കൊടുക്കും. അപ്പൊ നല്ല മരണമായിക്കൊണ്ട് തന്നെയാണ്. മുഅ്മിൻ അവൻ വെള്ളിയാഴ്ച മരിച്ചേ, മുഅ്മിന്റെ മരണം. അപ്പൊ വ്യാഴാഴ്ച അസ്തമിച്ച ആ സമയം മുതൽ വെള്ളിയാഴ്ച അസ്തമിക്കുന്ന സമയം വരെയുള്ള അതാണ് വെള്ളിയാഴ്ച രാത്രിയും പകലുമായിട്ട് കണക്കാക്കുന്നത്. അതിനിടയിൽ ഒരു മുഅ്മിനിന്റെ മരണത്തെ നല്ല മരണമായി കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണക്കാക്കിയിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. നാലാമത്തേത് അൽ മൗതു ബി അമലിൻ സാലിഹിൻ, സ്വാലിഹായ അമലുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഒരാൾ മരണപ്പെട്ടാൽ, ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അമൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖുതിമ ലഹു ബിഹാ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് എങ്കിൽ
അതനുസരിച്ച് അവൻ ജീവിക്കുകയാണ് എങ്കിൽ അവൻ മരണപ്പെടുന്നത് അപ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാഹുവിലേക്കും ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ സാമ യൗമൻ ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പെടുത്തു, അങ്ങനെ ആ നോമ്പെടുത്തു കൊണ്ടിരിക്കെ അയാൾ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. വമൻ തസദ്ദഖ ബിസദഖത്തിൻ ഇബ്തിഗാ വജ്ഹില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ സ്വതക്ക നിർവഹിച്ചു, ആ സമയത്ത് അയാൾ മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള അമലുകൾ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കെ, സ്വാലിഹായ അമലുകൾ ചെയ്തുകൊണ്ടിരിക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് മരിച്ചു, അങ്ങനെയൊക്കെ നമ്മൾ ഇത് കാണാറില്ല, വീഡിയോ കാണാറില്ല, നിസ്കരിച്ചുകൊണ്ടിരുന്നപ്പോൾ മരിച്ചു എങ്കിൽ അത് നല്ല മരണമായി കൊണ്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് നല്ല മരണം തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ നല്ല അയാളുടെ മരണത്തിന്റെ തൊട്ട് മുമ്പായിക്കൊണ്ട് ഒരു അമലു സ്വാലിഹാത്ത് നിർവഹിക്കാനുള്ള അവസരം അയാൾക്ക് അല്ലാഹു തആല കൊടുക്കും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് വായിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു അസ്സ വജല്ല ബി അബ്ദിൻ ഖൈറാ, അല്ലാഹു ഒരു അടിമയിൽ നന്മ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അസലഹു, അയാളെ അല്ലാഹു തആല തേനിൽ മുക്കിയെടുക്കും, തേനിൽ മുക്കിയെടുക്കും എന്ന്. അപ്പോ സംഭവം ഇങ്ങനെ പറഞ്ഞു, നിങ്ങളോട് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ റസൂലുള്ളാഹി പറഞ്ഞു. പറഞ്ഞപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചു, വമാ അസലഹു യാ റസൂലല്ലാഹ്, എന്താണ് അസലഹു എന്ന് പറഞ്ഞാൽ? തേനിൽ മുക്കിയെടുക്കും, തേൻ പുരട്ടും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഫ്തഹുല്ലാഹു അസ്സ വജല്ല ലഹു അമലൻ സ്വാലിഹ, അല്ലാഹു തആല നല്ലൊരു അമൽ ചെയ്യാനുള്ള അവസരം അയാളുടെ മുമ്പിൽ തുറന്നിട്ട് കൊടുക്കും. ഖബല മൗതിഹി, മരിക്കുന്നതിന് തൊട്ട് മുമ്പ്. സുമ്മ യഖ്ബിലുഹു അലൈഹി, പിന്നീട് അയാളുടെ റൂഹ് എടുക്കും. അങ്ങനെ കണ്ടിട്ടില്ലേ? ഒരു അശ്രദ്ധമായി ഇരുന്നു കൊണ്ടിരിക്കുന്ന ആള് ചിലപ്പോ പെട്ടെന്ന് പോയിട്ട് നല്ലൊരു അമൽ ചെയ്യും, വേഗം അതോടെ മരിക്കും. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് അങ്ങനെ തന്നെയാണ്. നല്ലൊരു അമല് ചെയ്തുകൊണ്ട് മരിക്കാനുള്ള ഒരവസരം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ആണ് ഓരോ സമയത്തും, അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നല്ല അമലുകൾക്കുള്ള അവസരങ്ങളാണ് തുറന്നിട്ട് തന്നിട്ടുള്ളത്. നമുക്ക് ഒരു നല്ല അമല് ചെയ്യുന്നതിന് ഇന്ന സമയം എന്ന് നിശ്ചയിച്ചിട്ടില്ല. ഏത് സമയത്തും നമുക്ക് നല്ല അമല് ചെയ്യാം. ഏത് സമയത്തും നല്ല അമലുകളുടെ വാതിൽ അല്ലാഹു തആല തുറന്നിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എപ്പ നല്ലൊരു പ്രവർത്തനം ചെയ്യണമെന്ന് തോന്നിയോ ആ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രവർത്തനത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ആ സംഭവം പഠിപ്പിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, അഞ്ചാമത്തെ കാര്യം, അൽ മൗതു ബിശ്ശഹാദത്തി, ഷഹീദായി മരിക്കുക എന്നുള്ളത് നല്ല മരണത്തിന്റെ ലക്ഷണമാണ്. നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം ആലി ഇമ്രാൻ, സൂറത്തുൽ ആലി ഇമ്രാനിലെ 171-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, 169 മുതലുള്ള വചനം അള്ളാഹു പറയുന്നുണ്ട്, വലാ തഹസബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായ, കൊല ചെയ്യപ്പെട്ട ആളുകൾ അവർ മരണപ്പെട്ടവരാണ് എന്ന് കരുതണ്ട. ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അവർ അവരുടെ രക്ഷിതാവിന്റെ അരികിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അവർ എന്ത് ചെയ്യുന്നു? ഭക്ഷണം അവർക്ക് ഉപജീവനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഫരീഹീന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫളലിഹി, അള്ളാഹു നൽകിയ അവന്റെ ഔദാര്യത്തിൽ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്നവർ. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദായ ആളുകളെ സംബന്ധിച്ച് ഇങ്ങനെ നിരവധി ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും കാണാൻ കഴിയും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പിന്നെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാതല ഫീ സബീലില്ലാഹ് മിൻ റജുലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ റജുൽ അവൻ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്തു എങ്കിൽ അവന് ഫുവാഖ നാഖത്തിൻ വജബത്ത് ലഹു അൽ ജന്ന, അവന് ഒട്ടകത്തിന്റെ പാല്, ആദ്യമായി കറന്നെടുക്കുന്ന ഒട്ടകത്തിന്റെ പാൽ നൽകുകയും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. വമൻ ജുരിഹ ജുർഹൻ ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ ഒരാൾക്കൊരു മുറിവ് പറ്റിയാൽ അയാൾ തജീഉ യൗമൽ ഖിയാമത്തി
പച്ച നിറത്തിൽ അവനെ കൊണ്ടുവരും. അവന്റെ മണം കസ്തൂരിയുടേതായിരിക്കും, അവന്റെ നിറം കുങ്കുമത്തിൻ്റെതായിരിക്കും, സഅഫ്രാന്റെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരങ്ങളൊക്കെ കൊടുക്കുമെന്ന് പറഞ്ഞ ഹദീസ് പഠിപ്പിക്കുന്നതാണ്, അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായി കഴിഞ്ഞാൽ അത് വലിയ പ്രതിഫലമുള്ള കാര്യമായി കൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇനി ആറാമത്തേത് മൗത്തുൽ മുറാബിത്തി ഫില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുന്നവന്റെ മരണം നല്ല മരണ. അവൻ കാവൽ നിൽക്കുകയാണ്, അള്ളാന്റെ മാർഗത്തിലാണ് കാവൽ നിൽക്കുന്നത്. അത് ഒന്ന് വിശദീകരിക്കേണ്ട കാര്യമാണ്. അള്ളാന്റെ മാർഗത്തിൽ കാവൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റിന്റെ മുമ്പിൽ കാവൽ നിൽക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ അതിർത്തിയിൽ കാവൽ നിൽക്കുക എന്ന് മാത്രമല്ല. അള്ളാഹുവിന്റെ ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ദീനിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾ അതിന്റെ ഒരു കാവൽക്കാരനായിട്ട് നിൽക്കുന്നുണ്ട് എങ്കിൽ, ഇപ്പൊ ദീനി ദഅവത്ത് നടക്കുകയാണ്, നമ്മുടെ നാട്ടിൽ ദീനി ദഅവത്ത് നടക്കുന്ന ഒരു സംരംഭമുണ്ട്. ആ ദഅവത്ത് നടക്കുന്ന സംരംഭത്തിന് ഇയാളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അയാളാണ് ഇത് ഭംഗിയായി കൊണ്ടു നടക്കുന്നത്. അതും അള്ളാന്റെ ദീനിന് വേണ്ടി കാവൽ നിൽക്കലാണ്. അപ്പോ നമ്മളൊക്കെ ഈ സംഘടനാ പ്രവർത്തനങ്ങളെയൊക്കെ നിസ്സാരമായി കാണാറുണ്ട്. പല ആളുകളും വളരെ ചെറുതായി കാണാറുണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ. സത്യത്തിൽ അത് ചെറുതല്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദഅവത്തിന് വേണ്ടി, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, ഞാനൊരു ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പറയുന്നില്ല, ദഅവത്തിന് വേണ്ടി. ഏതാ ദഅവത്ത് ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഅവത്ത് ചെയ്യുന്നതിന് വേണ്ടി ഒരു സംഘടന ഉണ്ട് എങ്കിൽ, ആ സംഘടനയെ നയിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരാൾക്ക് ചുമതല തന്നു കഴിഞ്ഞാൽ അതിനർത്ഥം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ആ ചുമതല ഏൽപ്പിച്ചു എന്നാണ്. അങ്ങനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അധികാരത്തിന് വേണ്ടി തമ്മിത്തല്ലോ ബഹളം ഉണ്ടാക്കലോ ആ വിഷയമല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കിപ്പോൾ ഒരു അധികാരം കിട്ടി, എന്തിനു വേണ്ടി? ദീനിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഘടനയുടെ നേതൃത്വം എൻ്റെ കയ്യിൽ കിട്ടി എന്ന് കൂട്ടിക്കോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംരക്ഷിക്കാനുള്ള ആ ഒരു ഭാഗം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അറിയേണ്ടത്, ദീനിന്റെ സംരക്ഷണം നമ്മുടെ ആരുടെയും കയ്യിലല്ല, നമ്മൾ ആരെയും ഏൽപ്പിച്ചിട്ടില്ല. ദീനിന്റെ സംരക്ഷണം അള്ളാഹ് ഏറ്റെടുത്തിരിക്കുന്നതാണ്. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഞാനാണ് ഈ ദീനിനെ, അല്ലെങ്കിൽ ഈ ദിക്റിനെ ഞാനാണ് ഇറക്കി തന്നിട്ടുള്ളത്, ഇതിനെ ഞാൻ സംരക്ഷിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് സംരക്ഷിക്കാനുള്ള ചുമതല അല്ലാഹു തആല ഓരോരുത്തരിലും ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏറ്റെടുക്കുന്നതോടുകൂടെ അയാൾ അതിന്റെ കാവൽക്കാരനായി, അയാൾ അത് കൊണ്ടു നടക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കായി. അയാളെ സംബന്ധിച്ചിടത്തോളം ആ കാവൽ നിൽക്കുന്ന ചുമതലയിൽ അയാൾ വീഴ്ച വരുത്തിയാൽ അത് ഗുരുതരമായ കുറ്റ. സംഘടനയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആകാൻ എളുപ്പമാണ്. 4 ആളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ട് സംഘടനയുടെ സെക്രട്ടറി ആകാം, പ്രസിഡന്റും ആകാം. പക്ഷേ അത് വീഴ്ച വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ പ്രദേശത്ത്, ഇവിടുത്തെ അവസ്ഥ എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഏതെങ്കിലും ഒരു പ്രദേശത്തെ ഉദ്ദേശിച്ചുകൊണ്ടൊന്നും പറയുന്നില്ല. നമ്മളുടെ ഈ പ്രദേശത്ത് ഒരു പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം ദഅവത്ത് നടത്തേണ്ട ഉത്തരവാദിത്തം ലാ ഇലാഹ ഇല്ലല്ലാഹ് സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ള നമ്മുടെ ദഅവത്ത്. അവരൊന്നും നടത്തുന്നില്ല, ഒരു പരിപാടി നടത്തുന്നില്ല, ആളെ കൂട്ടൊന്നുമില്ല, ദീൻ പ്രബോധനം ചെയ്യുന്നില്ല എങ്കിൽ അവർ വലിയ കുറ്റാണ് ചെയ്യുന്നത്. കാരണം ദീനിനെ കാവൽക്കാരനാക്കി ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് അവരിൽ. അള്ളാഹു പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങളിൽ ആരെങ്കിലും അവന്റെ ദീനം വിട്ട് പുറത്തു പോവുകയാണെങ്കിൽ, ഈ ദീന് വിട്ട് പുറത്തു പോവുകയാണ്, അത് പുറത്തു പോകാന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തു പോവുകയാണെന്ന് പറഞ്ഞ് പോകലല്ല. നമ്മൾ പ്രവർത്തിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്തം ഭംഗിയായി നമ്മൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അവിടെ 2 നടപടികൾ ഉണ്ടാവും. ഒന്നിരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാഭാവികമായും അവനെ ഒരു അരിക്കാക്കും, ഒന്നിരിക്കൽ. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഒന്നടക്കം ഇല്ലാതെയാക്കും. അത് അല്ലാഹു പറയുന്നുണ്ട്. മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി, അവന്റെ ദീനം വിട്ട് ആരെങ്കിലും പുറത്തു പോവുകയാണ് എങ്കിൽ പൊയ്ക്കോട്ടെ. ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, അല്ലാഹു വേറെ ആളെ ഇവിടെ കൊണ്ടുവരും.
വേറെ ആളെ കൊണ്ടുവരും, അത് ഉറപ്പാ. ആ ആളുകളുടെ പ്രത്യേകതയും അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾക്കാർ, പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ പ്രസ്ഥാനാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് എവിടെ ഉള്ളത്? ഇന്ന് എവിടെ ഇല്ല, അവരൊക്കെ പോയി, ഔട്ടായി. പുതിയ ആൾക്കാർ വന്നു. ഈ ദീനിന്റെ സ്വഭാവം അതാണ്. ദീനിന് കാവൽ നിർത്തിയ ആളുകൾ, കാവൽക്കാരൻ മോശമായി കഴിഞ്ഞാൽ അല്ലാഹു അവൻ തീരുമാനിച്ചാൽ നിങ്ങളെ എടുത്തു മാറ്റും. പുതിയ സൃഷ്ടിയെ കൊണ്ടുവരുന്ന പറഞ്ഞ, പുതിയ ആളെ കൊണ്ടുവരുന്നല്ല പറഞ്ഞ, പുതിയ സൃഷ്ടിയെ കൊണ്ടുവരും. വേറെ വിഭാഗത്തെ കൊണ്ടുവന്നിട്ടാണെങ്കിലും ഈ സംഭവം ഇവിടെ നിലനിർത്തി കൊണ്ടുപോകും. അപ്പൊ ദീനിന്റെ കാവൽക്കാരാവുക എന്നുള്ളത് വലിയ ഗൗരവമുള്ള കാര്യം, നിസ്സാര കാര്യമല്ല. ദീനിന്റെ കാവൽക്കാരാകുക, പള്ളിയുടെ സെക്രട്ടറി ആകുക, പള്ളിയുടെ പ്രസിഡന്റ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുന്ന ചുമതലയാണ്. അങ്ങനെ വരുമ്പോൾ ആ അധികാര പരിധിയിൽ ഏത് വീഴ്ച വന്നാലും അവൻ അതിന്റെ ഉത്തരവാദിയാ, മസ്ഊലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് അള്ളാഹു എൻ്റെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നതാണ്. ഒന്നാമത് മനസ്സിലാക്കണം. എൻ്റെ മുമ്പിലേക്ക് ഒരു ഉത്തരവാദിത്തം വന്നു, ഞാനത് ഏറ്റെടുക്കൂല. വേണ്ട, അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം വന്നു കഴിഞ്ഞാൽ അള്ളാഹു എൻ്റെ മുമ്പിലേക്ക് തന്നതാണ്. ഇത് ഞാൻ ഏറ്റെടുക്കൽ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഭംഗിയായി ഞാൻ കൊണ്ടു നടക്കണം. എനിക്കത് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് 100% ഉറപ്പുണ്ട് എങ്കിൽ ഞാൻ അത് ഏറ്റെടുക്കാതിരിക്കുകയും ചെയ്യുക. അതാണ് അബൂദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, നബിയെ, എനിക്ക് ഏതെങ്കിലും ഒരു പ്രവിശ്യയുടെ അമീറായിട്ട് എന്നെ നിയമിക്കണം എന്ന് പറഞ്ഞപ്പോ നെഞ്ചത്ത് കൈ അമർത്തിക്കൊണ്ട് പറഞ്ഞു, അതൊരു ഉത്തരവാദിത്തമാണ്, അത് കൊണ്ടുനടക്കാൻ നിനക്ക് പറ്റൂല എന്ന്. അത് പറ്റൂല. പറ്റുന്ന ആളുകളെ കൊണ്ടുനടന്നോട്ടെ. നമ്മളെ സംബന്ധിച്ച് എനിക്കിപ്പോ ആ കമ്മിറ്റിയിലെ പ്രസിഡന്റ് ആകാൻ പറ്റിയില്ല, എന്നാ പിന്നെ ഞാനത് തകർക്കാനാണ് നോക്കേണ്ടത്? അല്ലല്ലോ. ഇന്ന് സത്യത്തിൽ സാന്ദർഭികമായി പറയുന്നതാണ്, പ്രാസ്ഥാനികമായ കക്ഷിത്വം എവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം അധികാരത്തിന്റെ മുകളിൽ മാത്രമാണ്. അല്ലാതെ ആദർശത്തിന്റെ മുകളിൽ പിരിഞ്ഞു എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരാണ്, വളരെ കുറഞ്ഞ ന്യൂനപക്ഷമാണ്. അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ആദർശത്തിന്റെ പേരിൽ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരൊക്കെ സൈലന്റ് ആവുകയും ചെയ്തിട്ടുണ്ട്, ആദർശത്തോടുള്ള മഹബത്ത് കൊണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെയുള്ള എല്ലാ പ്രസ്ഥാനങ്ങളുടെയും തുടക്കങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചു നോക്ക്. എന്ത് പേര് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങളൊക്കെ പിളർന്നിട്ടുള്ളത്? നമ്മുടെ കേരളത്തിൽ തന്നെ ജംഇയ്യത്തുൽ ഉലമ, ഉലമാക്കളുടെ സംഘടന ആദ്യമായിട്ടുണ്ടാക്കി. ഉലമാക്കളുടെ സംഘടന ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടാക്കി. ഈ ഉലമാക്കളുടെ സംഘടന കേരളത്തിൽ ആദ്യം ഉണ്ടാക്കിയിട്ട് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കി പോയത് എന്ത് പറഞ്ഞുകൊണ്ടാ? ആദർശം പേരിന് മാത്രമേ ഉള്ളൂ. പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കി പോയി. അവരിൽ നിന്നും പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി. ഒന്നിന്റെ പേര് നമ്മളിവിടെ പറയണ്ട. ഈ പുതിയതായി ഉണ്ടാക്കി പോകുന്ന ആളുകൾ ഒന്നും തന്നെ പോകുന്ന സമയത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടാവില്ല. പോയി കഴിയുമ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ അവർ കൂട്ടിച്ചേർക്കും. അവരത് ശരിയല്ല, ആ പറഞ്ഞത് ശരിയല്ല, ആ ഇമാമിന്റെ അഭിപ്രായം അവരെടുത്തു, ഈ ഇമാമിന്റെ അഭിപ്രായം അവരെടുത്തു. ഇവരെല്ലാവരും പൈസയുടെ മുമ്പിൽ ഒന്നാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളുടെ കേരളത്തിലെ വലിയ സമ്പന്നനായ മുതലാളി ഈ പറയപ്പെട്ട എല്ലാവരെയും വിളിച്ചാൽ ഈ പറയപ്പെട്ടവരെല്ലാവരും എത്തൂല. അവിടെ ഒരു 10 കോടി വെച്ചിട്ട് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞുകൊണ്ട് മുതലാളി വിളിച്ചാൽ അവിടെ എത്തും, അല്ലേ? ആ മുതലാളി ഇവിടുത്തെ മുജാഹിദുകളോടും സലാം പറയും, ജമാഅത്തിനോടും സലാം പറയും, തബ്ലീഗിനോടും സലാം പറയും, സമസ്തക്കാരോടും സലാം പറയും, എല്ലാവരോടും സലാം പറയുന്ന മുതലാളി. ആ മുതലാളിയോട് ഇവരെല്ലാവരും സലാം പറയും, ഇല്ലേ? ആ മുതലാളി ഈ പറയപ്പെട്ട എല്ലാവരും പുറകിൽ നിന്ന് നിസ്കരിക്കും, അല്ലേ? ആ മുതലാളിയുടെ അടുത്ത് എല്ലാവരും ഉണ്ട് താനും. അപ്പൊ അവിടെ ആദർശോടെ പോയി. ആദർശോടെ ഈ പറഞ്ഞതൊക്കെ വലിയ സത്യസന്ധമായ ആദർശമാണ് എങ്കിൽ എവിടെ പോയി?
അപ്പൊ നമ്മൾ അറിയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ കക്ഷിത്വം എവിടെ ഉണ്ടായിട്ടുണ്ടോ ആ കക്ഷിത്വത്തിന്റെ തുടക്കം അധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതുകൊണ്ടാണല്ലോ യുവജന സംഘടനയിൽ സെക്രട്ടറിയും പ്രസിഡന്റും ആയിരുന്ന ആള് യുവജനത്തിന്റെ സമയപരിധി കഴിഞ്ഞാൽ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തല്ല, അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും അല്ല. അപ്പൊ പിന്നെ അയാള് വലിയ സംഘടനയുടെ സെക്രട്ടറിയോ പ്രസിഡന്റോ ആകണമെങ്കിൽ അയാളൊന്നിരിക്കാൻ മരിക്കണം, അല്ലെങ്കിൽ ഇതുവരെ കാത്തിക്കണം. അതിന് നേരമില്ല. അപ്പൊ വേഗം ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ട് പോവുക. അപ്പൊ ഞാൻ എല്ലാ കാലവും അതിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ആണ്. സത്യത്തിൽ ഞാനീ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആദർശത്തിനെ നെഞ്ചിലേറ്റി മറ്റുള്ളവരിൽ അത് അപാകത ഉണ്ടായത് കൊണ്ട് ഞാൻ മാറി നിന്ന് പുതിയൊരു സംഭവം ഉണ്ടാക്കി എന്നുള്ളത് നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുന്ന ഏത് സംഘടനയുള്ളത്? അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അറിയേണ്ടത്, ഉത്തരവാദിത്തം എന്നുള്ളത് ലാ ഇലാഹ ഇല്ലല്ലയെ നയിക്കാൻ വേണ്ടി കിട്ടുന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിൽ എന്നെ ഇന്ന് ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിന്നും, ഞാനൊന്നിന്റെ നേതൃത്വത്തിൽ ഇല്ല കേട്ടോ, ഞാൻ ഒരു നമ്മുടെ ശാഖയുടെയോ മണ്ഡലത്തിന്റെയോ ഒന്നിന്റെയും നേതൃത്വത്തിലില്ല. എന്നെ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് എന്നെ കൂടെ ഒഴിവാക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, ഞാനതിന് പറ്റാത്ത ആളായതുകൊണ്ട് എന്നെ ഒഴിവാക്കി. നാളെ മുതൽ ഞാൻ പുതിയൊരു മണ്ഡലം കമ്മിറ്റി ഉണ്ടാക്കണോ? വേണ്ട. എന്നെ കൊണ്ടാകുന്നത് പോലെ ഞാൻ അതിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ എവിടെ എടുത്ത് പരിശോധിച്ചാലും കാണാൻ കഴിയും. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു സൈന്യത്തിന്റെ നേതാവായി നിയോഗിച്ചപ്പോ ചെറുപ്പക്കാരനാ, സീനിയോറിറ്റി ഉള്ള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ എന്റെ കൂടെ അയക്കുമോ എന്ന് ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് അയക്കാൻ കഴിയില്ല, കാരണം ഇവിടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം എന്നോടൊപ്പം വേണം. ഇദ്ദേഹം എന്നെ നേതാവാക്കാത്തതിന്റെ വലിയ, സൈന്യത്തിന്റെ നേതാവാക്കാത്തതിന്റെ വലിയ ഉമർ റളിയല്ലാഹു അൻഹു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല. സംഘടന എന്ന് പറഞ്ഞാൽ എന്തിനാ സത്യത്തിൽ സംഘടന? വല്ലാഹി ഞാനിപ്പോ ഇത്രയും കാലം പ്രാസ്ഥാനികമായ പ്രവർത്തനങ്ങൾ ഉണ്ട്, എല്ലാത്തിലും ഉണ്ട്, എങ്കിലും സംഘടനയുടെ തലപ്പത്തേക്കൊന്നും വരാൻ ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ താല്പര്യമില്ല. പക്ഷേ നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തെ, സംഘടനയെ കാണേണ്ടത് എങ്ങനെയാ? ലാ ഇലാഹ ഇല്ലല്ലയെ സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോം, എന്റെ പ്ലാറ്റ്ഫോമാണത്. ലാ ഇലാഹ ഇല്ലല്ല സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കാനുള്ള പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പലതുണ്ടാകും, പല തകരാറും ഉണ്ടാകും, പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളിലേക്കല്ല നമ്മൾ ഇറങ്ങേണ്ടത്, നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്നതിലേക്കാണ്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി ഈ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തുക. അവിടെ നമ്മൾ ഇസ്ലാഹ് ചെയ്യാൻ കഴിയുന്നത്രത്തോളം ഇസ്ലാഹ് ചെയ്യുക, അതാണ് വേണ്ടത്. എന്തായാലും അത് സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്നുള്ളൂ. അപ്പോ നമ്മൾക്ക് ഒരു നേതൃത്വം തന്നു, അത് സംഘടനയുടേതായാലും പള്ളിയുടേതാണെങ്കിലും ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു നേതൃത്വം തന്നാൽ നമ്മൾ അതിൻ്റെ റിബാത്ത്, അതിൻ്റെ കാവൽക്കാരനായി, നമ്മളതിൻ്റെ കാവൽക്കാരായി. ആ കാവൽക്കാരായിരിക്കെ ഞാൻ മരണപ്പെട്ടാൽ അത് നല്ല മരണമാണ്. സംഘടനയ്ക്ക് വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലയുടെ ദഅവത്ത് നടത്തുന്നതിന് വേണ്ടി ഒരാൾ പോസ്റ്റർ ഒട്ടിച്ചു, ആ ഒട്ടിക്കാൻ പോകുന്ന കൂട്ടത്തിൽ റോട്ടുമേ കടന്ന് വണ്ടി ഇടിച്ച് മരിച്ചു. അയാൾ ആ സമയത്ത് പോകണ്ടായിരുന്നു, വല്ലാത്ത മരണമായി പോയി. പറയണ്ട, നല്ല മരണമാണ്, കാരണം നല്ല കാര്യത്തിന് വേണ്ടിയാ പോയേക്കണത്. അങ്ങനെയാണ് നമ്മൾ വിധി എഴുതേണ്ടത്. നമുക്ക് ഹദീത്ത് വായിക്കാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലുൽ മയ്യിത്തി യുഖ്തമു അലാ അമലിഹി, എല്ലാ മയ്യത്തും അതിന്റെ അമൽ കൊണ്ടാണ് അതിനെ അവസാനിപ്പിക്കുന്നത്. ഏതൊരു അമലാണോ ആ അമലിലായിരിക്കും ആ മയ്യത്തിന്റെ അയാൾ മരിക്കുമ്പോൾ ഉള്ള വിധി എടുക്കുന്നത്. ഇല്ലൽ മുറാബിത, കാവൽക്കാരൊഴിച്ച്. ഫഇന്നഹു യൻമു ലഹു അമലുഹു ഇലാ യൗമിൽ ഖിയാമത്തി വയുഅമ്മനു മിൻ ഫത്താനിൽ ഖബർ, അവന്റെ അമലുകൾ, അവൻ കാവൽ നിന്നു, ദീനിന് വേണ്ടി കാവൽ നിന്നു എന്നുള്ളത് അവന്റെ മുറിയാത്ത അമലായിട്ടെടുക്കും. ഒരാൾ മരിച്ചാൽ അയാളുടെ എല്ലാ അമലുകളും മുറിഞ്ഞു, പക്ഷേ ഈ കാവൽ നിൽക്കുന്നവന്റെ അമല് മുറിയുകയില്ല. അത് അവനക്ക് എന്ത് ചെയ്യും? പരലോകത്തേക്ക്, ഖബറിലേക്ക് കിട്ടുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. ഇനിയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഹദീസുകളുണ്ട്. നാം വിഷയം നീണ്ടുപോകുന്നുള്ളത് കൊണ്ടാണ് ഹദീസുകളെല്ലാം വായിക്കാത്തത്. അതാണ് ആറാമത്തേത്.
ഏഴാമത്തേത് അൽ മൗതു ബിദൂനി മാലിഹി, ഒരാൾ അയാളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മരണപ്പെട്ടാൽ അത് നല്ല മരണമാണ്. സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി, അയാളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മരണപ്പെട്ടു, അത് നല്ല മരണമാണ്. അതേപോലെ തന്നെ അൽ മൗത്ത് ബിദൂനി അഹ്ലിഹി, കുടുംബക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മരണപ്പെട്ടു, നല്ല മരണമാണ്. അൽ മൗത്ത് ബിദൂനി ദമിഹി, അവന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവൻ ഇറങ്ങി നിന്നു, അപ്പൊ മരിച്ചു അയാൾ, നല്ല മരണമാണ്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഒന്നാമത് പറഞ്ഞത് സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. ഒരാൾ കൊള്ളയടിക്കാൻ വന്നു, പൈസ കൊള്ളയടിക്കാൻ വേണ്ടി വന്നു. കൊള്ളയടിക്കാൻ വേണ്ടി വന്നപ്പോൾ നമ്മൾ അയാളുടെ മുമ്പിൽ അയാളെ ചെറുത്തു നിന്നു, അയാളുടെ ഒരു അടി കൊണ്ട് നമ്മൾ മരിച്ചു. സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയാ. ഇവിടെ നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു പോയിന്റാ, മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയ ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം സമുദായത്തെ ഇവിടത്തെ സൂഫികൾ ചേർന്നുകൊണ്ട് സാമ്പത്തികമായി ഷണ്ഡീകരിച്ചു കളഞ്ഞു. ഇസ്ലാമിന് സമ്പത്ത് അന്യമാണ് എന്ന് വരുത്തി തീർത്തു. നമുക്കൊരു സബ്ജക്റ്റായി തന്നെ പറയേണ്ട ഒരു വിഷയമാണ്, ചിലപ്പോൾ 3ഓ 4ഓ ക്ലാസ്സിൽ അവതരിപ്പിക്കേണ്ട ഒരു വിഷയം അത്. ഇസ്ലാമിന് സമ്പത്ത് അന്യമാണ് എന്നുള്ള ഒരു ചിന്താഗതി ഈ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്ത്, എന്നിട്ട് അതിന് കുറെ ദുർബലമായ ഹദീസുകളും ചില സംഭവങ്ങളൊക്കെ എടുത്തിട്ട്, ഇസ്ലാമിനൊരിക്കലും സമ്പത്ത് അന്യമല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം സമ്പത്ത് സമ്പാദിക്കുന്നതിന് ഇസ്ലാം ഒരിക്കലും എതിരെ എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതിന് തെളിവ് പറഞ്ഞെന്താ? സമ്പത്ത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് തെളിവ് പറഞ്ഞെന്താണ്? മറ്റേ ഫിൽ മാലി വൽ ബനീൻ വൽ ഔലാദി ഫിത്നത്തുൻ എന്ന് പറഞ്ഞിട്ടില്ലേ റസൂൽ? ശരിയാ, സമ്പത്തിലും സന്താനങ്ങളിലും ഫിത്നയുണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് സമ്പത്തിൽ മാത്രമല്ല ഫിത്ന, സന്താനങ്ങളിലും ഉണ്ട്. അപ്പൊ സന്താനങ്ങളിൽ ഫിത്ന ഉണ്ടെന്ന് കരുതി കുട്ടികൾ ഉണ്ടാകണ്ട എന്ന് ആരെങ്കിലും തീരുമാനിക്കുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിന്റെ സാമ്പത്തിക നയം എന്നുള്ളത് മുസ്ലിം സമുദായം കൃത്യമായി പഠിക്കാതെ പോയത് കൊണ്ട് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല്, മുസ്ലിമീങ്ങൾ സാമ്പത്തികമായി ഡൗണായി, ബാക്കിയുള്ള പലരും സാമ്പത്തികമായി ഉന്നമനത്തിലെത്തി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പലയിടങ്ങളിലും സംഭവിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ, ഹദീസുകൾ, സംഭവങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചാൽ കാണാം, സമ്പത്ത് നമുക്ക് അല്ലാഹു തആല എന്തിനെന്ന നമ്മളുടെ ജനങ്ങളുടെ ഖിയാമൽ ലിന്നാസ്, ജനങ്ങളുടെ നിലനിൽപ്പിന്റെ ഭാഗമായി തന്നിരിക്കുന്നതാണ് സമ്പത്ത്. അത് സമ്പാദിക്കാം, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. പക്ഷേ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ, ഹലാലായിരിക്കണം. ഹലാലായിരിക്കണം, ഹറാമ് സമ്പാദിക്കരുത്. ഹലാലായ മാർഗത്തിൽ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സമ്പാദിക്കുന്നതിന് ഗവൺമെന്റ് പരിധി വെച്ചിട്ടുണ്ട്, എത്ര പണം സമ്പാദിക്കണമെന്നുള്ളത്. പക്ഷേ ഇസ്ലാമിക ഭരണം നടക്കുന്ന ഒരു രാജ്യത്ത് ഒരാൾ എത്ര സമ്പാദിക്കണം എന്നതിന് പരിധിയില്ല, എത്ര വേണമെങ്കിലും സമ്പാദിക്കാം. അയാളുടെ അക്കൗണ്ടിലേക്ക് നേരായ രീതിയിലുള്ള പണം എത്ര വേണമെങ്കിലും വരാം, വിരോധമില്ല. പക്ഷേ അത് ഹലാലായിരിക്കണം, വർഷാവർഷം അതിന്റെ സക്കാത്ത് കറക്റ്റായിട്ട് പോയിരിക്കണം. ഇത്ര ഇസ്ലാം പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹദീസിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. മങ്കുത്തില, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മങ്കുത്തില ദൂന മാലിഹി, ഒരാളുടെ സമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരാൾ എന്ത് ചെയ്തു? യുദ്ധം ചെയ്തു. അങ്ങനെ അയാൾ മരണപ്പെട്ടാൽ ഫഹുവ ഷഹീദുൻ, അയാൾ ഷഹീദാണ്, അയാൾ ഷഹീദ്. അപ്പൊ സമ്പത്തിന് എന്ത് വാല്യൂ ഇല്ലാന്ന്? വാല്യൂ ഉണ്ടെന്നാ പറഞ്ഞത്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മളുടെ ഈ തിരക്ക് പിടിച്ചുള്ള ചില ക്ലാസ്സുകൾ കഴിഞ്ഞാൽ, ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ നമുക്ക് ഒരു 1ഓ 2ഓ ക്ലാസ്സുകളിലായിട്ട് അതിന്റെ ഡീപ്പായ വിശദീകരണം ഞാൻ തരാം. നമ്മൾ അറിഞ്ഞിരിക്കണം, സത്യത്തിൽ സൂഫി ചിന്താഗതി മുസ്ലിമീങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഒരു കാലഘട്ടത്തിൽ, അതായത് ഇസ്ലാമിന്റെ യഥാർത്ഥ സ്വഭാവങ്ങളിൽ നിന്നും ജനങ്ങളെല്ലാം പിന്മാറാൻ തുടങ്ങിയ ഒരു കാലഘട്ടം മുസ്ലിമീങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. അങ്ങനെ അഭിമുഖീകരിച്ചപ്പോൾ മുസ്ലിമീങ്ങളെ ഇസ്ലാമികമായി നിലനിർത്തണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചില ആളുകൾ ഇറങ്ങിപ്പുറപ്പെടുകയും, അവർ ഇറങ്ങിപ്പുറപ്പെട്ടത് നല്ല ഉദ്ദേശത്തിലാണ്, പക്ഷേ അതിലേക്ക് പിന്നീട് കുറെ ഗ്രീക്ക് ഫിലോസഫിയും
ദുർബലമായ ഹദീസുകളും കെട്ടുകഥകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ആശയമുണ്ടാക്കി. അതാണ് സൂഫിസം. അതിന്റെ പിറവി, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ അത് ദുരുദ്ദേശത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതായത് മുസ്ലിമീങ്ങൾക്ക് രണ്ട് ചിന്താധാരകൾ മുസ്ലിമീങ്ങളുടെ ഇടയിൽ അപകടകരമായ ചിന്താധാര ഉണ്ടാക്കിയെടുത്തു. രണ്ട് ചിന്താധാരകൾ. ഒന്ന് ഈ പറയപ്പെട്ട സൂഫി ചിന്താധാരയാണ്. ഈ സൂഫി ചിന്താധാര കൊണ്ടുണ്ടായതെന്ന് വെച്ചാല് ഭൗതിക വിരക്തിയാണ് സൂഫി ചിന്താധാരയുടെ അടിസ്ഥാനം. ഭൗതിക വിരക്തി. ഭൗതികമായി നമ്മൾ ഒന്നും ഉയരാൻ പാടില്ല. നമ്മൾ എപ്പോഴും പരലോകം ചിന്തിച്ച് തന്നെ അങ്ങനെ പരലോകം ചിന്തിക്കേണ്ടതാണ്. എപ്പോ ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും പരലോകം ചിന്തിക്കുക. ഞാനിപ്പോ ഒരു കച്ചവടം ചെയ്യാണ്, ഈ ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് വിൽക്കുകയാണ്, ഇതിന് 10 രൂപയാണ് വിലയുള്ളത്, ഞാൻ 100 രൂപക്കാണ് നിങ്ങൾക്ക് വിൽക്കാൻ പോണത്. അപ്പൊ ഞാൻ പരലോകം ചിന്തിക്കണം. 100 രൂപക്ക് വിൽക്കുമ്പോൾ ഇതിന്റെ മാർക്കറ്റ് റേറ്റ് 20 ഉള്ളൂ. നിങ്ങൾ അതിന്റെ ആവശ്യക്കാരനാണെന്ന് കണ്ടുകൊണ്ട് ഞാൻ 100 രൂപയ്ക്ക് നിങ്ങൾക്ക് വിൽക്കുകയാണ്. നിങ്ങൾ 200 പറഞ്ഞാലും നിങ്ങളത് വാങ്ങിക്കും. അങ്ങനെ ഞാൻ വിലക്കൂട്ടി ഈ സാധനം വിൽക്കുമ്പോൾ ഞാൻ പരലോകം ചിന്തിക്കണം. അവിടെയാണ് പരലോകം ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ പരലോകം ചിന്തിച്ചിട്ട് ഇതിന്റെ മാർക്കറ്റ് വിലയിൽ വിൽക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഏത് വിഷയത്തിലും, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആളുകളാണെങ്കിലും, സത്യത്തിൽ മുസ്ലിം സമുദായത്തിന്റെ സമ്പത്ത് ഒന്ന് ലാൻഡുകളായി കുറെ മാറിപ്പോയി, 2 ഗോൾഡുകളായി പല ആളുകളുടെയും കയ്യിൽപ്പെട്ടു, 3 മാർക്കറ്റിലേക്ക് പണം ഇറങ്ങാതെ കെട്ടിക്കിടന്നു. അങ്ങനെ വന്നപ്പോ മുസ്ലിമിന്റെ മാർക്കറ്റ് പ്രത്യേകിച്ച് സജ്ജമല്ലാതെയായി മാറി പലയിടങ്ങളിലും. അതുകൊണ്ട് ഇസ്ലാമിക സാമ്പത്തിക നയം നമ്മൾ ഒന്ന് പഠിക്കുകയും നമുക്ക് സംഭവിച്ച ഇടങ്ങേറ് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന, അടുത്ത തലമുറയെങ്കിലും അത് അതിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകട്ടെ. പിന്നെ സമ്പത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുമൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ശരിയാണ്. സാമ്പത്തികമായി ഉന്നമനം വരുംതോറും അതിൻ്റെതായ അപകടങ്ങൾ ഉണ്ടാകും. അതിന് നമ്മൾ സമ്പാദിക്കണ്ട എന്നല്ല, മറിച്ച് അങ്ങനെ സാമ്പത്തികമായ ഉന്നമനം ഉണ്ടാകുമ്പോൾ അതനുസരിച്ചു കൊണ്ട് ജനങ്ങളിൽ തഖ്വ ഉണ്ടാക്കി കൊടുക്കാനുള്ള മാർഗം ഉണ്ടാക്കേണ്ടത്. മക്കൾ വളർന്നു വരുമ്പോൾ മക്കളെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ? ഇല്ലേ? എന്ന് കരുതി മക്കൾ ഉണ്ടാകാതിരിക്കുമോ? മക്കൾ ഉണ്ടാക്കണ്ട, മക്കളെ നമ്മൾ ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കണ്ട, കല്യാണം നടത്തണ്ട എന്നൊക്കെ തീരുമാനിക്കും? ഇല്ല. ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഈ വിരക്തി ഉണ്ടാക്കിയെടുത്തത് സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് സംഭവിച്ചു പോയ ഏറ്റവും വലിയ ആപത്താണ്. ഇപ്പോ ഹുനൈൻ യുദ്ധസമയം, ഹുനൈൻ യുദ്ധം വലിയ ചരിത്രം പറയേണ്ടുന്ന ഒരു യുദ്ധമാണ് ഹുനൈൻ യുദ്ധം. ഹുനൈൻ യുദ്ധം നടക്കുന്നത് മക്കം ഫത്തഹിന് ശേഷമാണ്. മക്ക ഫത്തഹായതോടുകൂടെ ഒരു കൂട്ടം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ഭയന്ന് നിന്ന ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇസ്ലാം വന്നു കഴിഞ്ഞാൽ ഇനി മുസ്ലിം അല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വലിയൊരു വിഭാഗം ആളുകൾ മക്ക ഫത്തഹായതോടുകൂടെ ഇസ്ലാമിന്റെ അണ്ടറിലേക്ക് വന്നു. മക്കയിലാണ് സംഭവം. ആ സമയത്താണ് ത്വായിഫില് വത്തുഫാൻ ഗോത്രക്കാരും അടങ്ങുന്ന തായിഫ് ടീം മുസ്ലിമീങ്ങൾക്കെതിരെ പടയൊരുക്കം നടത്തിയത്. അപ്പൊ ഈ മക്കം ഫത്തഹിന്റെ അന്ന് മുസ്ലിമീങ്ങളായ ആളുകളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സൈന്യം ഹുനൈനിലേക്ക് പോയി. അതിനോടനുബന്ധിച്ചുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായി. ഒടുവിൽ ഹുനൈൻ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾ ജയിച്ചപ്പോൾ ലോകത്ത് ഇന്ന് വരെ മുസ്ലിമീങ്ങൾക്ക് ലഭിക്കാത്ത അത്രമാത്രം സമ്പത്ത് ഹുനൈനിൽ ലഭിച്ചു എന്ന് പറഞ്ഞാല് കണ്ണെത്താൻ കഴിയാത്ത ദൂരം അത്രയും സമ്പത്താണ്. അതിങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ടിരിക്കുക. അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പത്തിനോട് വിരക്തി കാണിക്കണമെന്ന നിയമം ഇസ്ലാമിന് ഉണ്ടായിരുന്നുവെങ്കിൽ ആ സമ്പത്ത് ഒരാൾക്കും കൊടുക്കൂലായിരുന്നു. റസൂലുള്ളാഹിനോട് ചോദിച്ചവർക്കെല്ലാം റസൂലുള്ള വാരി കൊടുത്തു. ആവശ്യപ്പെട്ടവർക്ക്, അതാണ് സമ്പത്ത് ആവശ്യമുള്ളവർക്ക് സമ്പാദിക്കാമെന്ന് പറഞ്ഞത്. അപ്പൊ കൂടുതൽ സമ്പത്ത് അന്ന് ആവശ്യപ്പെട്ടത്
നവമുസ്ലിമീങ്ങളായിരുന്നു. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയ ഒരു രംഗാണത്. ചോദിച്ചവർക്കൊക്കെ കോരിക്കൊടുത്തു, വാരി വാരി കൊടുത്തു റസൂലുള്ളാഹി. കണക്ക് പോലും അവിടെ നോക്കിയില്ല എന്നാ പറയുന്നത്. ഒടുവിൽ അൻസാരികളായ ആളുകൾ അവർക്ക് ആർക്കും ഒന്നും കൊടുത്തില്ല. അവരാരൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് കൊടുത്തില്ല. അത് ചെറിയൊരു മുറുമുറുപ്പിന് കാരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നോട് സമ്പത്ത് ചോദിച്ച ആളുകൾക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അൻസാറുകളായ നിങ്ങൾക്ക് ഞാൻ മതിയെങ്കിൽ, ഞാൻ സമ്പത്തൊന്നും എടുത്തിട്ടില്ല, എന്നെ മതിയെങ്കിൽ എന്നെ നിങ്ങൾക്ക് തരാം. കാരണം ഞാൻ അൻസാറുകളെ ഇഷ്ടപ്പെടുന്നു, ഞാൻ മദീനയെ ഇഷ്ടപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ മദീനയിലേക്ക് തന്നെയുള്ള ആളാണ്. അൻസാറുകൾ പറയും, ഭൂമിയിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്പത്തുമായിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, മദീനയിലേക്ക് മടങ്ങിയതെന്ന് പറയും. അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ, അവിടെയാണ് ഞാൻ പോയിന്റ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. പണം ആവശ്യമുണ്ട് എങ്കിൽ നമുക്ക് സമ്പാദിക്കാം. ഒരാൾക്ക് പണം ആവശ്യമില്ലെങ്കിൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദീകരിക്കാം. അപ്പോ അതാണ് പറഞ്ഞത്. അപ്പൊ സമ്പത്തിന് വേണ്ടിയല്ല, സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി. പൈസക്ക് വേണ്ടി അടി ഉണ്ടാക്കിയിട്ട് മരിച്ചു കഴിഞ്ഞാൽ നല്ല മരണം എന്ന് പറഞ്ഞാ, റോട്ടും അടി ഉണ്ടാക്കി എന്തിനു വേണ്ടിയാ? പൈസക്ക് വേണ്ടി അല്ലല്ല. എന്നുവെച്ചാൽ എന്റെ സമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഒരാളുമായിട്ട് പോരാട്ടം നടത്തി, അല്ലെങ്കിൽ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ ചേർത്ത് വയ്ക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ സമയത്ത് നടത്തിയ ഒരു നയപ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞ പോയിന്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു പോയിന്റാണ് ഇന്ന അംവാലക്കും വ ഔലാദക്കും വ അഅറാദക്കും, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അഅറാദക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ന ദിമാഅക്കും, നിങ്ങളുടെ ജീവൻ, വ അംവാലക്കും, നിങ്ങളുടെ സമ്പത്ത്, കണ്ട, വ അഅറാദക്കും, നിങ്ങളുടെ അഭിമാനം. ഇത് 3 നിങ്ങൾക്ക് പവിത്രമാണ്. അപ്പൊ സമ്പത്തിന് വാല്യൂ ഇല്ലേ? ഉണ്ട്. അതുള്ളതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും നിലനിൽപ്പും ആസ്ഥാനവും അതായത് കൊണ്ട് തന്നെ അത് വാല്യൂ ഉള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടിയൊക്കെ ഒരാൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ഒരാൾ മരണപ്പെട്ടാൽ അയാൾ എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഷഹീദിന്റെ പവറാണ്, നല്ല മരണമായി കൊണ്ട് തന്നെയാണ് എണ്ണിയിട്ടുള്ളത്. അൽ മൗത്ത് ബി താഗൂൻ, താഗൂൻ ബാധിച്ച്, പ്ലേഗ് ബാധിച്ച്, അതല്ലെങ്കിൽ ഈ തരത്തിലുള്ളതായ പകർച്ചവ്യാധികൾ പെട്ടുപോയിട്ട് ഒരാൾ മരണപ്പെട്ടു. ഇപ്പൊ ഈ പകർച്ചവ്യാധികൾ പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പകർച്ചവ്യാധി ആയിരിക്കണം, നമ്മുടെ കാരണത്താൽ നമുക്കുണ്ടായ ഒരു വ്യാധിയാകാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇപ്പോ ലോക എയ്ഡ്സ് ദിനമല്ലായിരുന്നോ മിനിഞ്ഞാന്ന് 1-ാം തീയതി? എയ്ഡ്സും ഈ പറഞ്ഞ പോലെ ഒരു പകർച്ചവ്യാധി തന്നെയാണ്. എയ്ഡ്സ് പിടിച്ച് മരിച്ച ആള് പകർച്ചവ്യാധി പിടിച്ച് മരിച്ചിട്ട് ഷഹീദിന്റെ കൂലി കിട്ടിയെന്ന് പറയാൻ പറ്റൂല. മനസ്സിലായില്ലേ? 45 കോടി മനുഷ്യന്മാരാണ് ഇതുവരെ എയ്ഡ്സ് പിടിച്ച് മരിച്ചത്. ഇപ്പോഴും അതിനെന്തിന്റെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. വേറെ സബ്ജക്റ്റാണ്. കഴിഞ്ഞ ഖുത്ബ വന്ന് കേൾക്കുകയാണെങ്കിൽ അതിന്റെ കംപ്ലീറ്റ് വിവരണം ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്തുമാകട്ടെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷഹീദുകളുടെ പരിധി എത്രത്തോളമാണ് എന്ന്. നല്ല മരണം ആണ് നമുക്ക് വിധി എഴുതാൻ കഴിയുന്നത്. മാ തഅദ്ദൂന ഷഹീദ ഫീക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഷഹീദുകൾ ആരാണ് എന്ന് നിങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്? ആരൊക്കെ ഷഹീദ്? ഖാലു, അവർ പറഞ്ഞു, മൻ ഖുതില യാ റസൂലല്ലാഹ്, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദുൻ, അള്ളാന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ടാൽ അയാൾ ഷഹീദാണ് എന്ന് സഹാബികൾ മറുപടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഇന്ന ശുഹദാ ഉമ്മത്തി ഇദൻ ലഖലീൽ, എങ്കിൽ എന്റെ സമുദായത്തിൽ ശുഹദാക്കൾ കുറഞ്ഞു പോകൂലോ. അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിച്ചാൽ മാത്രമേ ഷഹീദാകുമെങ്കിൽ എന്റെ ഉമ്മത്തിൽ ശുഹദാക്കൾ കുറഞ്ഞു പോകൂലോ. ഇനി ഞാൻ വായിക്കുന്ന വിഷയങ്ങൾ വായിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ആമുഖം നമ്മൾ അറിയണം. അതായത് ഇസ്ലാമിൽ ഷഹീദ് എന്ന് പറഞ്ഞാൽ 3 തരത്തിലുള്ള ശുഹദാക്കൾ ഇസ്ലാമിൽ വരുന്നുണ്ട്. 3 തരത്തിലുള്ള ശുഹദാക്കൾ. ഒന്ന്, ദുനിയാവിൽ മാത്രം ഷഹീദാകുന്ന ആളുകൾ. 2, ദുനിയാവിലും ആഖിറത്തിലും ഷഹീദാകുന്ന ആളുകൾ. 3, ആഖിറത്തിൽ മാത്രം ഷഹീദാകുന്ന ആളുകൾ. ഷഹീദിന്റെ പരിഗണന ദുനിയാവിൽ മാത്രം ലഭിക്കുന്ന ആളുകൾ,
ദുനിയാവിലും ആഖിറത്തിലും ഷഹീദിന്റെ പരിഗണന ലഭിക്കുന്ന ആളുകൾ, ആഖിറത്തിൽ മാത്രം ഷഹീദിന്റെ പരിഗണന ലഭിക്കുന്ന ആളുകൾ. ദുനിയാവിൽ മാത്രം ഷഹീദിന്റെ പരിഗണന ലഭിക്കുന്ന ആളുകൾ എന്താണ്? അവൻ ഞാനൊരു ഷഹീദാണ്, ഞാനൊരു നല്ല പോരാളിയാകണമെന്ന് ഉദ്ദേശിച്ച് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി റിയാഇന് വേണ്ടി യുദ്ധം ചെയ്ത് മരണപ്പെട്ടാൽ അവന്റെ പരിഗണന ദുനിയാവിൽ മാത്രമേ അവന് ഷഹീദിന്റെ പരിഗണന കൊടുക്കുള്ളൂ. എന്താ ദുനിയാവിൽ മാത്രം ഷഹീദിന്റെ പരിഗണന? അവനെ കുളിപ്പിക്കില്ല, എന്ത് ചെയ്യില്ല, അവൻ എവിടെയാണോ ഷഹീദായിട്ടുള്ളത് അവിടെ തന്നെ എന്ത് ചെയ്യും? അവനെ മറവ് ചെയ്യും. അതാണ് ദുനിയാവിലെ പരിഗണന. ദുനിയാവിലും ആഖിറത്തിലും ഷഹീദിന്റെ പരിഗണന കിട്ടുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? അവൻ ഈ ദുനിയാവിൽ യുദ്ധം ചെയ്ത് പരലോകത്തിലെ അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിട്ട് അയാൾ ഷഹീദായ ആളാണ് എങ്കിൽ ഷഹീദിന്റെ പരിഗണന ഇവിടെ തന്നെ കൊടുക്കും. അയാളെ മയ്യത്ത് കുളിപ്പിക്കുകയില്ല. ഏതൊരു വസ്ത്രത്തിലാണോ മരണപ്പെട്ടത് ആ വസ്ത്രത്തിൽ തന്നെ അയാൾ എവിടെയാണോ മരണപ്പെട്ടത് അവിടെ തന്നെ മറവ് ചെയ്യും. അത് ദുനിയാവിൽ കിട്ടിയ പരിഗണന. പരലോകത്ത് ഷഹീദിന് കിട്ടുന്ന എല്ലാ പരിഗണനയും കിട്ടും. മൂന്നാമത്തേത് പരലോകത്ത് മാത്രം പ്രതിഫലം കിട്ടുന്ന ഷഹീദ്. അതാണ് അവരെ പറ്റിയാണ് നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യണത്. അവർക്ക് ദുനിയാവിൽ ഷഹീദിന്റെ പരിഗണന ഇല്ല. ദുനിയാവിലെ ഷഹീദിന്റെ പരിഗണന കുളിപ്പിക്കുകയില്ല, ഇട്ട വസ്ത്രത്താൽ തന്നെ എവിടെ വെച്ച മരണപ്പെട്ടത് അവിടെ മറവ് ചെയ്യും. അത് ചെയ്യൂല. അവരെ സാധാരണ കുളിപ്പിച്ച് മയ്യത്ത് നിസ്കരിച്ച് കഫൻ പുടവ കൊണ്ടുവന്ന് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് പൊതു ശ്മശാനത്തിലാണ് മറവ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് പ്രതിഫലം പരലോകത്ത് ഷഹീദിന്റെ കിട്ടും. അവരെ പറ്റിയാണ് ഈ ഹദീസിൽ പറയുന്നത്. അപ്പൊ ഷഹീദുകളുടെ എണ്ണം കുറഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അവർ ചോദിച്ചു, ഫമൻ ഹും യാ റസൂലല്ലാഹ്, ആരൊക്കെയാണ് ശുഹദാക്കൾ? ഷഹീദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖുതില ഫീ സബീലില്ലാഹ് ഫഹുവ ഷഹീദുൻ, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുന്ന ആൾ ഷഹീദാണ്. വമൻ മാത ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കെ, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കെ മരണപ്പെട്ടു, അയാൾ ഷഹീദാണ്. വമൻ മാത ഫീ താഊൻ, പ്ലേഗ് ബാധിച്ചു അല്ലെങ്കിൽ മാറാവ്യാധികൾ പിടിച്ചു മരണപ്പെട്ടു, അവൻ ഷഹീദാണ്. വമൻ മാത ഫിൽ ബത്നി, വയറ് സംബന്ധമായ അസുഖത്തിൽ ഒരാൾ മരണപ്പെട്ടു, ഫഹുവ ഷഹീദുൻ, അയാൾ ഷഹീദാണ്. ഇങ്ങനെ എണ്ണി 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 പറഞ്ഞു. അശ്ശഹാദതു സബ്ഉൻ സിഫൽ ഖത്ലി ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്ത് മരിക്കുക എന്നതിന്റെ അപ്പുറം 7 വിഭാഗം ഷഹീദുകളുണ്ട്. അൽ മത്ഊൻ, പ്ലേഗ് ബാധിച്ച് മരണപ്പെട്ട ആളുകൾ, അൽ ഗർക്ക്, പ്രളയം വന്ന് മുങ്ങി മരിച്ച ആളുകൾ, വസാഹിബു ദാത്തിൽ ജംബി, അതേപോലെ വൽ മബ്തൂൻ, വയറ് സംബന്ധമായ അസുഖം വന്ന് മരണപ്പെട്ട ആളുകൾ, അതേപോലെ തീപിടുത്തമുണ്ടായി അതിൽപ്പെട്ട് മരണപ്പെട്ടു പോയ ആളുകൾ, കെട്ടിടം പൊളിഞ്ഞു വീണ് മരിച്ചു, അല്ലെങ്കിൽ ഈ സുനാമി ഉണ്ടായി, അതല്ലെങ്കിൽ ഇത് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായി അങ്ങനെ മരിച്ചു. വൽ മർഅത്തു തമൂതു ബി ജുംഇൻ, ഗർഭസ്ഥ ശിശു വയറ്റിലുണ്ടായിരിക്കെ മരിക്കുകയോ അതല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് മരിക്കുകയോ ചെയ്ത പെണ്ണ്, അതൊക്കെ ഷഹീദാണ്. അതിൽ ദുനിയാവിലെ പരിഗണന കൊടുക്കുന്നത് ഈ പറയപ്പെട്ട അള്ളാന്റെ മാർഗത്തിൽ കൊല ചെയ്യപ്പെട്ട ആളുകളാണ്. അപ്പൊ ഇത്രയും മരണങ്ങളെയാണ് നല്ല മരണത്തിന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ഏകദേശം 14ഓളം ഇനങ്ങൾ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞു, 14ഓളം കാര്യങ്ങൾ പറഞ്ഞു. അതിൽ 7 ഭാഗമായിട്ട് തിരിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നല്ല മരണത്തിന്റെ അടയാളങ്ങളായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നുമില്ലാതെ ഒരു മുസ്ലിം മരിച്ചു, അയാൾ മോശം മരണം നടത്തിയെന്ന് പറയാൻ നമ്മൾ ആളല്ല, അങ്ങനെ പറയാനും പാടില്ല. ഇനി ഒരാളുടെ മരണം ഈ പറയപ്പെട്ട രീതിയിൽ മോശം മരണമാണെന്ന് അങ്ങോട്ട് കൂട്ടിക്കോ. ഇപ്പോ എൻ്റെ ഒരു ആള്, നമുക്ക് പരിചയത്തിൽപ്പെട്ട ഒരാള്, അയാള് മരണപ്പെട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അയാൾ മരിച്ചെന്നുള്ള വിവരം അറിയണത്. മയ്യത്ത് ഒരു പൊന്തക്കാട്ടിൽ കിടക്കായിരുന്നു, അറിഞ്ഞില്ല ആരും, സ്മെല്ല് വന്നപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എന്താ സംഭവം? മൂപ്പര് മദ്യപിച്ചിട്ട് കള്ളു കുടിച്ചിട്ട് ബോധമില്ലാണ്ട് അവിടെ പോയി വീണ് അങ്ങനെ കിടന്ന് മരിച്ച ഇതേ. അപ്പൊ ആളുകളൊക്കെ പറഞ്ഞു മോശം മരണ നമ്മളെ പറയാൻ ആളല്ല. കാരണം അയാളുടെ ആക്കിപത്തി എങ്ങനെയായിരുന്നു എന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അതറിയാത്ത കാലത്തോളം നമ്മൾ ഒരാളുടെ മരണത്തെ മോശമായിട്ട് വിധിയെ നടക്കണ്ട. അല്ലാഹു അഅലം, അത്ര തന്നെ, അല്ലാഹുക്കറിയാം. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ നല്ല മരണത്തിന്റെ അടയാളങ്ങളായിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ചോദിക്കാനുണ്ട? വൈറസ് സംബന്ധമായ അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ വന്നു, വയറിന് ക്യാൻസർ വന്നു, അതല്ലെങ്കിൽ വൈറസ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ടല്ലോ. ഇപ്പൊ പിത്തസഞ്ചി പൊട്ടി മരിച്ചു,
അതല്ലെങ്കിൽ മറ്റേ കിഡ്നി സംബന്ധമായി, അതായത് വയറിന്റെ ഈ പരിധിയിൽ വരുന്ന ഏതെങ്കിലും പ്രവർത്തനങ്ങൾക്ക് എന്തെങ്കിലും ക്ഷതം സംഭവിച്ചിട്ട് ഒരാൾ മരണപ്പെട്ടാൽ അത് പകർച്ചവ്യാധികളെ എല്ലാം താഴൂരിൽ പെടുത്തിയിരിക്കുന്നു, കൊറോണ ഉൾപ്പെടെ ഉള്ളത്. അതുകൊണ്ട് നല്ല മരണമെന്ന് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. നോമ്പ് പിടിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ അത് നല്ല മരണം. അത് നമ്മളിപ്പോ വായിച്ചു പോയി. എങ്ങനെ കേട്ടില്ല? അധികാരമോഹം. എനിക്ക് ക്ലിയർ ആയില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അധികാരമോഹം പാടില്ല, അധികാരമോഹം പാടില്ല. ഒരാൾ ഒരു അധികാരം നമ്മുടെ മുമ്പിലേക്ക് എത്തിയാൽ നമ്മൾ അതിൽ നിന്ന് മുഖം തിരിക്കാതിരിക്കുക എന്നുള്ളത്. കാരണം അത് നമ്മുടെ മുമ്പിലേക്ക് അള്ളാഹു എത്തിച്ചു തന്നിരിക്കുന്നതാണ്. മുഖം തിരിക്കാതിരിക്കുക. അങ്ങനെ നമുക്ക് താല്പര്യമില്ല, അത് നമ്മുടെ അതായത് താല്പര്യമില്ലാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ കച്ചവടത്തെ ബാധിക്കുന്നോ നമ്മളുടെ മറ്റ് ഭൗതിക കാര്യങ്ങളെ ബാധിക്കുമെന്ന് ഭയപ്പെട്ടുണ്ടല്ലോ, അതെന്റെ പരലോകത്തേക്കുള്ള അമലുകളെ ബാധിക്കും എന്ന് ഭയത്താൽ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും അയാൾക്ക് എന്ത് ചെയ്യുക, ഒഴിവാകാം. അതല്ലെങ്കിൽ നമുക്ക് ഉത്തരവാദിത്തം വന്നാൽ, ദീനിന്റെ വിഷയത്തിലാണ് ടൈം പറഞ്ഞത്, പഞ്ചായത്തിന്റെ അല്ല, ദീനിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം വന്നാൽ ആ ഉത്തരവാദിത്തത്തെ നമ്മൾ ഏറ്റെടുക്കുകയും അത് ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യണം. ഹദമക്കപ്പെട്ടല്ലോ, കെട്ടിടം പൊളിഞ്ഞു വീഴലും ഒക്കെ അപകടങ്ങളെല്ലാം ആ പരിധിയിലാണ്. നല്ല മരണമായിട്ട് തന്നെയാണ് അതിനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഇന്ന് ക്ലാസ് അവസാനിപ്പിക്കാം. അല്ലാഹു തആല നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഖൈറായ ജീവിതം നയിക്കാനും നമ്മളുടെ ആഖിബത്ത് അല്ലാഹു തആല നന്നാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.